ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നൊരു റോവറാണ് ഉണ്ടാക്കാൻ പോണത്. എൻ്റെ ഇരുന്ന് ഇലക്ട്രോണിക് പാർട്സ് വെച്ച് ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതിൻ്റെ പ്രവർത്തനം ഇതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ലൈക്ക് ചെയ്യുന്ന എല്ലാവരും വീഡിയോസിന് കമൻറ്റും കൂടെ ചെയ്യാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അതിന് വീഡിയോ ഇട്ടു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതുപോലെ 4 വീല് വേണം. ഞാനിവിടെ ഒരു കമ്പിയിലോട്ട് ഇതുപോലെ ഒരു ഗിയർ പിടിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒരു കോറോപ്ലാസ്റ്റിൻ്റെ ചെറിയൊരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ നേരത്തെ ആ കമ്പി ഇതിലോട്ട് കയറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങും. ഇനി നമുക്ക് നേരത്തെ കാണിച്ച വീല് ഈ കമ്പിയുടെ 2 സൈഡിലുമായിട്ട് പിടിപ്പിച്ചു കൊടുക്കണം. ഇനി നമുക്കൊരു മിനി മോട്ടറും കൂടെ വേണം. ഇനി നമുക്ക് മിനി മോട്ടർ ഗിയറുമായിട്ട് മുട്ടുന്ന രീതിയിൽ ആ കോറോപ്ലാസ്റ്റ് ഷീറ്റിൻ്റെ മേളിലായിട്ട് വെച്ച് ഗ്ലൂ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ നേരത്തെ പോലെ ഒരു കമ്പിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ആ സൈസിൽ തന്നെ ഒരു കോറോപ്ലാസ്റ്റ് ഷീറ്റും കൂടെ കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ആ കമ്പി ഈ കോറോപ്ലാസ്റ്റിൻ്റെ ആ ഹോളിലോട്ട് കയറ്റി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കമ്പിയുടെ 2 അറ്റത്തോട്ടും 2 വീലുകൾ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 7 ഇഞ്ച് നീളത്തിലൊരു അലൂമിനിയം ചാനൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലൂമിനിയം ചാനൽ കോറോപ്ലാസ്റ്റ് ഷീറ്റിൻ്റെ സെൻട്രലായിട്ട് വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ വീലും കൂടെ ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മുടെ 2 വീലും നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പീഡ് കൺട്രോളർ കൂടെ വേണം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ മോട്ടറിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത്. നമുക്ക് സ്പീഡ് കൺട്രോളർ മോട്ടറിലോട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 സെർവോ മോട്ടർ കൂടെ വേണം. ഒരു സെർവോ മോട്ടർ നമുക്ക് ബാക്ക് വീലിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. രണ്ടാമത്തെ സെർവോ മോട്ടർ നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ 2 സെർവോ മോട്ടറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വയറെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു ടൈ ഉപയോഗിച്ച് ഇതുപോലെ കെട്ടി വെക്കണം. നമുക്കിനി ഒരു പവർ സപ്ലൈ ഇതേപോലത്തെ ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ആ പവർ സപ്ലൈ അലൂമിനിയം ചാനലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് പിടിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കൊരു റിസീവർ വേണം. ഞാനിവിടെ FS-I6 എന്ന് പറഞ്ഞൊരു റിസീവറാണ് യൂസ് ചെയ്യുന്നത്. റിസീവർ നമുക്ക് പവർ സപ്ലൈയുടെ ബാക്കിലായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് റിസീവറിൻ്റെ ബാറ്ററിയുടെ പിന്നിലോട്ട് നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്ത് കൊടുക്കാം. ചാനൽ നമ്പർ 2ലോട്ട് നമുക്ക് ഫ്രണ്ടിലെ സെർവോ കണക്ട് ചെയ്ത് കൊടുക്കാം. ചാനൽ നമ്പർ 3ലോട്ട് നമുക്ക് ബാക്കിലെ മോട്ടറിൻ്റെ കണക്ഷൻ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചാനൽ നമ്പർ 4ലോട്ട് ബാക്കിലെ സെർവോ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 7.4 വോൾട്ട് വരുന്ന ഒരു ലിപ്പോ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ബാറ്ററി നമുക്ക് ഫ്രണ്ടിലായിട്ട് വെച്ച് ഇതുപോലെ ടൈ ഇട്ട് നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമ്മുടെ മോട്ടറൊക്കെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കണം. ഇവിടെ ഞാൻ FS-I6 എന്ന റിമോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതുപയോഗിച്ചാണ് നമ്മളെല്ലാം കൺട്രോൾ ചെയ്യാൻ പോണത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മോട്ടറും സെർവോസും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് പാർട്സ് ഒക്കെ ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 2 കാര്യങ്ങളൂടെ പിടിപ്പിച്ചു കൊടുക്കാനുണ്ട്. ഞാൻ കമ്പിയൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ ഒരു ആൻറ്റിന ഉണ്ടാക്കിയെടുത്തിരിക്കുവാണ്. ഇത് നമുക്ക് ഫ്രണ്ടിലെ സെർവോയുടെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിൽ പിടിപ്പിക്കാനായിട്ട് ഞാനൊരു ഡിഷ് മോഡൽ ആൻറ്റിന കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിലെ സെർവോയുടെ മുകളിലായിട്ട് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റോവർ റെഡിയായി. ഇതൊന്ന് നമുക്ക് ഇനി ഓടിച്ചു നോക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മാക്സിമം ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ വീഡിയോസ് കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.